പിണറായി വിജയനെതിരെ അത്രയേറെ കേസുകൾ കിടപ്പുണ്ട്. ഇപ്പോൾ ലാവ്ലിംഗ് കേസ് തന്നെ കിടപ്പുണ്ട്, അയാളുടെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി കേസ് കിടപ്പുണ്ട്, സ്വർണ്ണക്കടത്തിൻ്റെ കേസ് കിടപ്പുണ്ട്, ഡോളർ കടത്തിൻ്റെ കേസ് കിടപ്പുണ്ട്, പുതിയ കേസുകൾ പലതും വരാവുന്നതുണ്ട്. അപ്പോൾ ഇയാളിലേക്ക് എത്താവുന്ന ഒരു പിടി കേസുകൾ ഇപ്പോൾ തന്നെ കിടപ്പുണ്ട്. ആ കേസുകളെല്ലാം അവധാനതയോടുകൂടി, ഗൗരവത്തോടുകൂടി, ആർജവത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടിയും UDF കൈകാര്യം ചെയ്താൽ ഇയാൾ അഴിയെണ്ണുന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇയാളുടെ മകളഴിയെണ്ണുന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. കഴിഞ്ഞ കുറേ കാലമായി ആത്മരോഷത്തോടെ ഈ സർക്കാരിനെതിരെ, പിണറായിക്കെതിരെ പ്രതികരിച്ചിരുന്ന അങ്ങേക്ക് ഒരു സുവർണ ദിനം വന്നിരിക്കുന്നു. വലിയ വിജയം. UDF 103 സീറ്റുകൾ നേടി അജയ്യത കാട്ടുന്നു. മറുവശത്ത് വെറും 34 സീറ്റിൽ CPM ഒതുങ്ങുന്നു. ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. എങ്കിലും കേരളത്തിൽ വലിയ UDF സുനാമിയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ പൂർണ്ണമായും തറപറ്റി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പിണറായിസം വീണു. കഴിഞ്ഞ കുറേ കാലമായി പിണറായിസത്തിനെതിരെ, LDFിൻ്റെ ഈ ക്രൂരതയ്ക്കെതിരെ, LDF അഴിമതിക്കെതിരെ പൊരുതുന്ന അങ്ങയെ സംബന്ധിച്ചൊരു സുവർണ ദിനമാണ്. എന്താണ് ആ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിങ്സ്? സുമന, ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അത് നമുക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കത് മാത്രം ഒരു വീഡിയോ ഇപ്പം ഞാൻ രാഷ്ട്രീയം പറയാം. മറ്റേ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ തമ്മിലായിരിക്കും സംസാരിച്ചത് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ നടത്തിയ പോരാട്ടം സംബന്ധിച്ച് സ്വയം എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ അവസരം തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പോകുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എനിക്കൊന്ന് UDF രൂപീകൃതമായതിനു ശേഷം ഇത്രയും വലിയൊരു വിജയം UDFിനുണ്ടായിട്ടുണ്ട്. ഈ നിമിഷം വന്നൊരു വാർത്ത കൂടി ഒന്ന് അങ്ങയുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, കഴക്കൂട്ടത്ത് V മുരളീധരൻ ജയിച്ചു, കടകംപള്ളി സുരേന്ദ്രൻ തോറ്റു. അങ്ങനെ BJPക്ക് 3 സീറ്റ്. അത് നമുക്കെടുക്കാം. BJPക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നായിരുന്നു എൻ്റെ വിലയിരുത്തൽ. അതുകൂടെ ഞാൻ പറയാം. അപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം UDF രൂപീകരിച്ചതിന് ശേഷം ഇത്രയേറെ വലിയ തിളക്കമാർന്നൊരു വിജയം UDFിനുണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് UDFിന് വലിയ വിജയം ഉണ്ടായത് 2001-ലാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 99 സീറ്റോ മറ്റാണ് അന്ന് UDFിലിട്ട് നേക്കാൻ്റെ നേതൃത്വം. എന്നാൽ ഇപ്പം 103, 104, 105 കിട്ടുമെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ, മനസ്സിലായി? അപ്പോൾ അക്കാര്യത്തിൽ എനിക്കൊരു അഭിമാനമുണ്ട്. സോ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 105 സീറ്റിന് UDFിന് ആരോടെങ്കിലും കടപ്പാടുണ്ടാകണമെങ്കിൽ, ഈ 105 സീറ്റിന് UDF ആരോടെങ്കിലും നന്ദി പറയണമെങ്കിൽ, അത് ഇഴഞ്ഞ് 10,000 വോട്ടിനെങ്കിലും ജയിക്കാൻ പോകുന്ന പിണറായി വിജയനോട് മാത്രമായിരിക്കണം എന്ന് എനിക്ക് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ UDFകാരുടെയും വീട്ടിൽ പിണറായി വിജയൻ്റെ പടമുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അല്ല ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തിരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, LDF ജയിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്ര ദയനീയമാവില്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയം, ഈ തെരഞ്ഞെടുപ്പ് പരാജയം. ഇപ്പോൾ എത്ര 30-33 മറ്റാണ്, അല്ലേ? LDFിന് വെറും 35, 34,035. അപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. കൂടുതലായിട്ട് വേറൊന്നും നമ്മൾ അന്വേഷിച്ച് പോകണ്ട. അതെന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയ ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച, മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രം ചെയ്ത് ഉൾപ്പെടെയുള്ള ഒരു കിരാതമായിട്ടുള്ളൊരു ഭരണത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ എന്ന് ഞാൻ പറയും. അപ്പം ഞാൻ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചപ്പോൾ രമേശ് ചെന്നിത്തല എന്നോട് പറയുമായിരുന്നു, ഇത്രയും വലിയൊരു വിജയം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചത് CPMൻ്റെ പ്രവർത്തകരാണ് എന്നാണ് രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞത്, മനസ്സിലായി? അപ്പം അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പിണറായിസത്തിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ ഭരണരംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനുമെതിരെ ജനങ്ങൾ കൊടുത്ത മുഖമടച്ചുള്ള മസ്തകത്തിലുള്ള ഒരു അടിയാണ് എന്ന്
മാത്രമാണ് നമുക്കതിനെക്കുറിച്ചിട്ട് വിലയിരുത്താൻ കഴിയും. ഒരു അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ആ പിണറായിസത്തിനെതിരെയുള്ള ഒരു വികാരം അത് ഇത്ര കണ്ട് ശക്തമായിരുന്നുവെന്ന് പിണറായി വിജയൻ ഒരിക്കൽ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതല്ലേ ഏറ്റവും വലിയ പരാജയം? സോമൻ പറഞ്ഞല്ലോ ആ വികാരം ശരിക്കും 2025-ലോ 2026-ലൊന്നും പൊട്ടിമുളച്ച് വന്നതല്ല. യഥാർത്ഥത്തിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF ഇത്രയും വലിയൊരു വിജയം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടായിരുന്നു. നമ്മളന്ന് ഇതിലിരുന്ന് ഈ കസേരയിലിരുന്ന് തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രകമ്പനം കൊണ്ടിരുന്നത് പിണറായി വിജയൻ്റെ ഇതിനെതിരായിട്ടുള്ള നിലപാടായിരുന്നു. എങ്കിലും രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ പറയാൻ അവരൊക്കെ ഭയപ്പെട്ടു. അല്ല, ഞാൻ പറഞ്ഞത് ആ കമ്മിറ്റിയിലും അങ്ങനെ ഉണ്ടായിരുന്നു ചെറിയ ചില അപശബ്ദങ്ങൾ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടതെന്നാണ്, പിന്നീട് വീണ്ടും പിണറായി വിജയന് പൂർണ്ണമായും ഈ പാർട്ടി വഴിപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ CPM-ന്റെ ചരിത്രം തന്നെ CPM സ്വയം എടുത്ത് നോക്കുക. കേരളത്തിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു സംഭവം കേരളത്തിൻ്റെ CPM-ന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം നയനാരെ പോലെയൊക്കെയുള്ള വലിയ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ പോലും ആ മുഖ്യമന്ത്രി പാർട്ടിയുടെ വെറുമൊരു ഉപകരണം മാത്രമായിരുന്നു. MP ഗോവിന്ദന് കുറിപ്പ് കൊടുത്തത് CM രവീന്ദ്രനാണ്. കുറിപ്പ് കൊടുക്കുന്ന ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ പ്രതികരിക്കണം അങ്ങോട്ട്. അപ്പോൾ സ്വയം ആലോചിച്ചു 2006-2011 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ CPM-ന്റെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള നേതാവായിരുന്നു മുഖ്യമന്ത്രി. അയാൾ മുഖ്യമന്ത്രി ആയത് തന്നെ ജനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ റോഡിൽ ഇറങ്ങിയിട്ടായിരുന്നു. അതെ, ആ അച്യുതാനന്ദൻ പോലും ഓരോ ഫയലിലും തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് AKG സെൻ്ററിൽ നിന്ന് ഫയലിൽ ഇൻഡു ഒപ്പിട്ടിട്ട് വരുമായിരുന്നു. അവിടെ ഒപ്പിടൽ മാത്രമായിരുന്നു പിണറായി വിജയൻ്റെ ജോലി, അല്ല അച്യുതാനന്ദൻ്റെ ജോലി. ഒരിക്കൽ ഈ പാർട്ടിയുടെ കരുത്തായിരുന്ന EMS-ന്റെ AKG-യുടെ VS അച്യുതാനന്ദൻ്റെ EK നായനാരുടെ ഒരൊറ്റ ഫോട്ടോ എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടോ? അപ്പം ഇതെല്ലാം ഒരു സൂചനയാണ്. പിണറായി വിജയൻ 2006-ൽ മുഖ്യമന്ത്രിയായി പോന്നപ്പോൾ പാർട്ടിയുടെ അധികാരവും അയാൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അത് കേരളത്തിൻ്റെ CPM-ന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ തകർച്ചയുടെ ഒരു തുടക്കം ആ ഒരു അധികാരം കൈയടക്കലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 1998 മുതൽ 2015 വരെ പാർട്ടിയെ ഉള്ളം കയ്യിൽ ഒതുക്കി കൊണ്ടു നടന്ന ഒരു പാർട്ടി സെക്രട്ടറി പിന്നീട് ഭരണത്തിലെത്തിയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയും മുഖ്യമന്ത്രിയുടെ ചുമതലയും ഒന്നിച്ചങ്ങ് കൊണ്ടുപോയി. 4 പ്രാവശ്യം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഗവൺമെൻറ്റിനെ പരിപൂർണമായി നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു. 2006-11 കാലഘട്ടത്തിൽ VS-നെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പാർട്ടി സെക്രട്ടറി എന്നുള്ളതിൽ പിണറായി വിജയനായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചത്. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ഇന്നത്തെ ഈ പതനത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് പിണറായി വിജയൻ പാർട്ടിയുടെ അധികാരവും കൂടി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കൈയാളിയതോടുകൂടിയാണ് 2016 മുതൽ. അല്ല, പിന്നീട് ഒരു തലം കൂടി നമ്മൾ മാറി ചിന്തിച്ചാൽ പാർട്ടി മുഖ്യമന്ത്രിയാകുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബം കേരളത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ, പിന്നീട് നമ്മൾ സ്വപ്ന സുരേഷിലൂടെ ചിലതൊക്കെ കേട്ടിരുന്നു, ഈ ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഒരു അധികാര കേന്ദ്രം. അപ്പോൾ പൂർണ്ണമായും ഒരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് പാർട്ടിയെയും കേരള ഭരണത്തെയും വിട്ടുകൊടുത്തു എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ. അതായത് പറഞ്ഞത് അതിൻ്റെ തുടക്കമാണ് പാർട്ടിയുടെ അധികാരവും കൂടി മുഖ്യമന്ത്രി കൈയാളുന്നതാണ് സോമൻ പറഞ്ഞ ഈ ഒരു പ്രക്രിയയുടെ തുടക്കം. അങ്ങനെ കൈയാളിയതിന് ശേഷം എന്ത് ചെയ്തു? കൈയാളിയതിന് ശേഷം ഒന്നാം ഘട്ടത്തിൽ ഈ 75 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ മുഴുവൻ ഒഴിവാക്കുന്നു. ഇപ്പം 81 ഉണ്ട് പിണറായിക്ക്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? 2 തവണ മത്സരിച്ചവരെ മുഴുവൻ ഒഴിവാക്കുന്നു. അതെ, ഇത് രണ്ടും ചെയ്തത് എന്തിനാണ്? ഇത് രണ്ടും ചെയ്തത് തൻ്റെ മരുമകനെ ഇതിനകത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മരുമകനെ കൊണ്ടുവന്നു, മരുമകനെ ബേപ്പൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നു, ജയിപ്പിക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാനങ്ങൾ കൊടുക്കുന്നു, അയാളെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു, സംസ്ഥാന സെക്രട്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. ഒരിക്കൽ മന്ത്രി ആയവരെ മാറ്റി നിർത്തും. അങ്ങനെ KK ശൈലജയെ വെട്ടിമാറ്റി. KK ശൈലജ മാത്രമല്ല, തോമസ് ഐസക്, ജി സുധാകരനെല്ലാം സീറ്റേ കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് പാർട്ടിയുടെ അധികാരവും കൂടി ഇയാളുടെ കയ്യിലേക്ക് വരുന്നതിനെ തുടർന്നിട്ടാണ് സോയ്മോൻ പറഞ്ഞതുപോലെ ഇയാൾ അധികാരങ്ങൾ മുഴുവൻ ഇയാളുടെ കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതിൻ്റെ 3ാം ഘട്ടമായിരുന്നു. അപ്പം മരുമകനെ കൊണ്ടുവരുന്നു, മരുമകനെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതല കൊടുക്കുന്നു, ടൂറിസം വകുപ്പിൻ്റെ ചുമതല കൊടുക്കുന്നു. മരുമകൾ ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രമായി മാറുന്നു. ചീഫ് സെക്രട്ടറിയും DGP ഒക്കെ അവർക്ക് കീഴിലേക്ക്, ആ ഒരു കുടുംബത്തിന് കീഴിൽ.
അതാണ് പിന്നീട് 2023 ഇൻകം ടാക്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഈ പറഞ്ഞ പോലെ മാസപ്പടി കേസ് എന്നൊക്കെയുള്ള നിലയിലേക്ക് വരുന്നത്. അപ്പം പാർട്ടിയുടെ അധികാരം ഇയാളിലേക്ക് കൈയാളുന്നു, ഇയാളും ഇയാളുടെ കുടുംബവും കൂടി ചേർന്നിട്ടുള്ള ഭരണത്തിലേക്ക് പോകുന്നു. അവരവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു. പാർട്ടിയെ പരിപൂർണമായും അയാളുടെ ചവിട്ടടിയിലേക്ക് അയാൾ കൊണ്ടിരുന്നു. അതിനൊപ്പം ഒരു അധികാര ദുര കൂടി അദ്ദേഹത്തെ ബാധിക്കുന്നു 2 തലത്തിൽ. കാരണം ഒന്ന്, സ്റ്റേറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നു എന്ന നിലയിൽ പോലീസിൻ്റെ പരിപൂർണ നിയന്ത്രണമുള്ള വ്യക്തി. 2, പാർട്ടിയിലെ ഗുണ്ടകളെ ഉപയോഗിച്ച് മറ്റൊരു തലത്തിൽ ആ ഒരു ബ്ലാക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആളുകളെ അധോ ലോകത്തിലൂടെ ഭയപ്പെടുത്താനുള്ള മറ്റൊരു മാർഗവും. അപ്പോൾ ഈ 2 തലങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ വിരട്ടി കീഴ്പ്പെടുത്തി പാർട്ടിയിലെ അപശബ്ദങ്ങളെ അടിച്ചൊതുക്കി അങ്ങനെ ഒരു ഭയം കേരളത്തിൽ ജനിപ്പിക്കുന്നു. ആ ഭയത്തിൻ്റെ ഒരു മൂടുപടലത്തിലായിരുന്നില്ല കേരളം ഇതുവരെ. അല്ലാതെ ഞാനീ പറഞ്ഞതും സ്വയം പറഞ്ഞോട്ട് ചേർന്നാണ് പോകുന്നത്. അതായത് പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിനെ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്നു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പി ശശിയെ കൊണ്ടുവന്നിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അവിടെ നിയമിക്കുന്നു. ആ പി ശശിക്ക് പോലീസിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം അയാളിലേക്ക് കൈമാറുന്നു. അങ്ങനെ കൈമാറിയിട്ടാണ് സോമ്യം പറഞ്ഞതുപോലെ ഈ പോലീസിനെ ഈ പറഞ്ഞതുപോലെ ഇയാളുടെ നിക്ഷിപ്ത താല്പര്യത്തിനും ഇയാളുടെ എതിരാളികളെ ഒതുക്കാനുമുള്ള ഒരു ഉപകരണമാക്കി പോലീസിനെ മാറ്റുന്നു. മറുവശത്താണ് എല്ലാ തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാർക്കും എന്തും ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. ഇപ്പോൾ പാർട്ടിയുടെ എന്തൊരു ഭാരവാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു ഭരണഘടനാതീത അധികാര കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്നു. അയാൾക്ക് അഴിമതി നടത്താൻ വേണമെങ്കിൽ അയാൾക്ക് കൈക്കൂലി മേടിക്കാം, അയാൾക്ക് വേണമെങ്കിൽ സ്ത്രീപീഡനം നടത്താം, അയാൾക്ക് വേണമെങ്കിൽ ഭൂമി കൈയേറാം, അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതി ഇറക്കി കൊണ്ടുപോകും. ആ നിലയിൽ മറുവശത്ത് പാർട്ടി അണികൾക്ക് എന്തും ചെയ്യാനുള്ള ഒരവസരം ഇയാൾ ഉണ്ടാക്കി കൊടുക്കും. അവർ ഈ കേരളത്തിലൊരു പാരലൽ എക്കോണമി സൃഷ്ടിച്ചിരുന്നു. കാരണം അവരുടെ ബ്രാഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഈ മണ്ണ് കടത്ത്, ക്വാറി ഇടപാടുകൾ, മറ്റ് ഭൂമി തട്ടിപ്പുകൾ, ഇവയ്ക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു നെറ്റ്വർക്കായി. അപ്പോൾ ജനം പൊതുവെ ഭയചകിതരായി. ഇവരെ യാതൊരു തരത്തിലും അസ്വസ്ഥരാക്കാൻ കഴിയില്ല. കാരണം അവർ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കും. അതിനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ കഴിയില്ല. പാർട്ടി ഗുണ്ടകൾ വീട്ടിൽ വന്ന് ഭയപ്പെടുത്തും. സോഷ്യൽ മീഡിയയിൽ പ്രത്യേക സൈബർ ഗുണ്ടകളെയാണ് നിരത്തുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത ലോകം. അപ്പോൾ സോമൻ പറഞ്ഞതുപോലെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് ആധിപത്യമുള്ളൊരു സമാന്തര സമ്പദ്ഘടനയ്ക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കും. അപ്പോൾ ആ നിലയിൽ കേരളം ഇതുവരെ കാണാത്ത നിലയിലുള്ള ഒരു നിക്ഷിപ്ത താല്പര്യക്കാരുടെ ആധിപത്യം ഇയാൾ സൃഷ്ടിച്ചെടുക്കുന്നു. അതെ, ഇങ്ങനെ സൃഷ്ടിച്ച് ഇയാൾ മുന്നോട്ട് പോകുന്നതിന് സമാന്തരമായി തന്നെ പാർട്ടിയുടെ അടിത്തട്ടിലുള്ള അണികളിൽ നിന്ന് ഇയാൾക്കെതിരായിട്ടുള്ള രോഷം പതഞ്ഞു പോങ്ങാൻ തുടങ്ങി. അല്ല, പാർട്ടിയെ സംതൃപ്തിപ്പെടുത്താൻ ഒരു 11 നിലയുള്ള വലിയ ഒരു ബഹുവർണ്ണ മാളിക പടുത്തുയർത്തുന്നു. ആ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെ അമ്പരിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ AKG സെൻറ്ററിന് തൊട്ട് മുകളിൽ പാർട്ടി ഒരു ആസ്ഥാന മന്ദിരം പണിതത്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു പളുങ്ക് വർണ്ണം കണ്ട് അവർ തന്നെ വിരണ്ടു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമാന്തര സമ്പദ്ഘടന ഇയാൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോയത് CPM-നെ കെട്ടിപ്പടുത്ത CPM-നെ വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് അണികളുമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം വലിയ തോതിൽ ശക്തിപ്പെടുത്തിക്കുന്നത്. ആ വൈരുദ്ധ്യമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഘടകമായി പ്രവർത്തിച്ചത് എന്ന് നമ്മൾ കാണണം. കിറ്റക് സാബു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വിദേശത്ത് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിന്നപ്പോൾ കിറ്റക് സാബു ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ മുറി കണ്ട് കലിതുള്ളി ഇറങ്ങിപ്പോയി. പിന്നീട് 7.5 ലക്ഷം രൂപ ചെലവിൽ ഒരു മുറി എടുത്തു കൊടുത്തു. ഇതെല്ലാം അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ഈ പാർട്ടി അണികളിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു അസ്വസ്ഥത. ഇപ്പോൾ AKG സെൻറ്ററിൻ്റെ കാര്യം സമയം പറഞ്ഞു. 10 പൈസ പിരിക്കാതെയാണ് 135 കോടി രൂപയുടെ ഒരു വലിയ സൗധം അവിടെ പണിത് വെച്ചത്. അത് നമ്മൾ കേൾക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റുകാരുണ്ട്. അല്ല, കേരളത്തിലെ മുഴുവൻ കോൺട്രാക്റ്റും കൈയാളുന്ന ഊരാളുങ്കലാണ്. ആ ഊരാളുങ്കലുകാരാണ് ഇത് മുഴുവൻ. ടെൻഡറൊന്നും വേണ്ട. ആ ഊരാളുങ്കലാണ് ഇത് പണിത് കൊടുത്തതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ സാബു ജയ്ക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇയാളുടെ
തൊഴുത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. അല്ല, ബി അശോക് ഒരു കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അത് ബി അശോക് IAS പറയുന്നത് പിണറായി വിജയൻ്റെ ക്ലിപ്പ് ഹൗസ് മൂടി പിടിപ്പിച്ചത്, പിണറായി വിജയന് അകമ്പടി പോകുന്ന വാഹനങ്ങളുടെ ചിലവ്, ഇതെല്ലാം കൂട്ടി ഖജനാവിൽ നിന്ന് പിണറായി വിജയൻ്റെ മാത്രം ചിലവ് 120 കോടിയായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ തന്നെ പാർട്ടി അണികളിൽ വലിയ തോതിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, തങ്ങളുടെ നേതാവ് ഇങ്ങനെ ആഡംബര സമൃദ്ധിയിൽ ആഘോഷിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പൊട്ടി പുറത്തേക്ക് വന്നത്? എങ്ങനെയാണ് ഇത് പൊട്ടി പുറത്തേക്ക് വന്നത്? കണ്ണൂരെന്ന് പറഞ്ഞ പാർട്ടി കോട്ടയിൽ, ചുവന്ന കോട്ടയിൽ തന്നെ പാർട്ടിക്കകത്തു നിന്ന് സമുന്നതരായിട്ടുള്ള ആളുകൾ പാർട്ടിക്കെതിരെ പുറത്തേക്ക് പോവുകയും അവർക്കെതിരെ മത്സരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറി. ഈ കണ്ണൂരിലെ അങ്ങേക്കറിയാമല്ലോ മറ്റൊരു പൊളിറ്റിക്സ് കൂടിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കുടുംബം, ഈ ഭാര്യമാർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷ് ഉണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെ വലിയ സ്പർദ്ധ ഈ പുരുഷ നേതാക്കൾക്കിടയിലുണ്ട്. ഏറ്റവും ഒടുവിൽ EP ജയരാജനെ, P ജയരാജനെ, MV ജയരാജൻ പിണറായി വിജയൻ്റെ ആളാണെങ്കിൽ ഏറ്റവും ഒതുക്കി, ഈ ജയരാജന്മാരെ മുഴുവൻ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തുകയായിരുന്നു ചെയ്തത്. ഗോവിന്ദൻ്റെ ഒരു അപ്രമാദിത്വത്തിന് ആദ്യം പാർട്ടിയെ വിട്ടുകൊടുത്തു. പിണറായി വിജയൻ്റെ ആ ചരടിൽ നിൽക്കുമെന്ന് കരുതി. പക്ഷേ ഗോവിന്ദൻ പറയുന്നതെല്ലാം വിവരക്കേട്. അങ്ങനെ ഗോവിന്ദനെയും മിണ്ടാതിരുത്തി ഒന്നും മേലാത്തൊരു പരുവത്തിലെത്തി. അതെ. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇത് എവിടെയാണ് എത്തിച്ചേർന്നത്? ഇപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ല നോക്കുക. കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവപ്പ് കോട്ടയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ UDF ജയിച്ചാലും UDF തോറ്റാലും വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന 5-6 മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ചരിത്രത്തിലാദ്യമായി CPMൻ്റെ വിമതന്മാർ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നു. പയ്യന്നൂരിൽ മത്സരിക്കുന്ന സാഹചര്യം വന്നു, തളിപ്പറമ്പിൽ മത്സരിക്കുന്ന സാഹചര്യം വന്നു, അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന സാഹചര്യം വന്നു. തളിപ്പറമ്പിലൊക്കെ ഇപ്പോൾ 14,000 വോട്ട് ഭൂരിപക്ഷം. മനസ്സിലായില്ലേ? അപ്പം G സുധാകരൻ്റേത് 28,000 ആണ്. അമ്പലപ്പുഴ ഇനി 2 റൗണ്ട് കൂടെ എണ്ണാനുണ്ട്. അപ്പം ഇതിലൂടെയൊക്കെ വരുന്നത് എന്താണ്? ഇതിലൂടെ വരുന്നത് ഈ പിണറായി വിജയൻ ഈ പാർട്ടിയിലേക്ക് 10 വർഷം കൊണ്ട് കൊണ്ടുവന്ന പുതിയ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും എതിരായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള എതിർപ്പ് പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു എന്നുള്ളതാണ്. പയ്യന്നൂരിലെ കുഞ്ഞകൃഷ്ണൻ 7,500 വോട്ടിനാണ് തൂക്കിയിരിക്കുന്നത്. അങ്ങ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ 3 CPM വിമതന്മാരും വലിയ വിജയം നേടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കോ അന്ന് അഭിമുഖം നടത്തിയിരുന്ന എനിക്ക് പോലും സംശയം. കാരണം പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങൾ അത് അത്ര പെട്ടെന്ന് ഇങ്ങനെ നിഷ്പ്രയാസം തകർന്ന് തരിപ്പൊരു പപ്പടം പോലെ പൊടിയുമോ? സോമൻ അങ്ങനെ ചിന്തിച്ചതിനകത്ത് വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ എടുത്താൽ 15 തെരഞ്ഞെടുപ്പായിട്ട് പയ്യന്നൂരിൽ CPM ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. 2021 തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടിനാണ് പയ്യന്നൂർ CPM ജയിച്ചത്. ആ 50,000 വോട്ടിന് ജയിച്ചെടുത്ത് കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യന് 7,000 വോട്ടിന് ജയിക്കണമെങ്കിൽ പൈസ ഇല്ലായിരുന്നു, പോസ്റ്റർ അടിക്കാനൊന്നും. എന്ന് മാത്രമല്ല, അയാളോട് ചെയ്തെന്താ? അയാളുടെ പാർട്ടി കമ്മിറ്റി ആഫീസ് പൊളിച്ചു, അയാളുടെ ചുവരെഴുത്ത് നടത്തിയ മതില് പൊളിച്ചു, അയാളുടെ കൃഷിയിടം പോയി കത്തിച്ചു കളഞ്ഞു, അയാൾക്കെതിരെ അതിഭീകരമായിട്ടുള്ള പ്രചരണം നടത്തി. ഇതെല്ലാം നടത്തിയിട്ട് അവിടെ ഇപ്പോൾ എന്താ സംഭവിക്കും? 7,000 വോട്ടിന് അയാൾ ജയിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇത് അടിത്തട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വികാരം. ഞാൻ ഒരിക്കൽ അമ്പലപ്പുഴയിൽ വന്നപ്പോൾ അങ്ങ് പറഞ്ഞ ഓർമ്മയുണ്ട്. ഇവിടെ സാധാരണ പാർട്ടി സഖാക്കൾ സലാമിൻ്റെ ഒരു ഒറ്റ പോസ്റ്ററോ ചുവരെഴുത്തോ നടത്തിയിട്ടില്ല. ഇതൊക്കെ ഒരു സുധാകരൻ്റെ ഉരുക്കുകോട്ടയായി മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം G സുധാകരനാണ്. ആരോടും നേരെ വോട്ട് പോലും ചോദിക്കില്ല, ആരെയും കൂടെ കൂട്ടി വർക്ക് ചെയ്യാൻ ഇറങ്ങില്ല. അങ്ങനെ ഒരു മനുഷ്യൻ പോലും ഇത്ര വലിയൊരു വിജയം കയ്യെത്തിപ്പിടിക്കുന്ന കാഴ്ച. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഈ വിജയം UDFന് സമ്മാനിച്ചത് പാർട്ടി അണികളാണ്. ഈ പാർട്ടി അണികൾക്ക് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തോടും പ്രത്യയശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത പകയും രോഷവും എതിർപ്പും അറപ്പുമാണ് അവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അല്ല, പിണറായി വിജയനെ എല്ലാ തലത്തിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. വീട്ടിൽ പോയി ചോദിക്കുന്ന സാർ ഒരു ചോദ്യം എന്ന് പറഞ്ഞ് എഴുതേണ്ട ഒരു പാർട്ടി സഖാവിനോട് വീട്ടിൽ പോയി ചോദിക്കുക. പിന്നെ അടുത്ത കാലത്ത് എത്ര മ്ലേച്ഛമായ ഡാഷ് മോനെ എന്ന് വിളിച്ച പിണറായി വിജയനെ ഇപ്പോൾ അതേ വാക്ക് ഉപയോഗിച്ച ആളുകൾ ഡാഷ് മോനെ പോയി വീട്ടിൽ പോയി ചോദിക്കാൻ. സുമനി, ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഇത് ഒരു സുപ്രഭാതത്തിൽ ഉയർന്ന പൊട്ടിമുളച്ചൊരു ഒരു രോഷമല്ല ഇത്. ഈ രോഷം ഇങ്ങനെ തിളയ്ക്കുകയായിരുന്നു കേരളത്തിലെ പാർട്ടി അണികളുടെ മനസ്സിൽ. ആ തിളച്ചത് പിന്നെ ഈ 2026 തെരഞ്ഞെടുപ്പിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം തന്നെ സോമൻ എടുത്ത് നോക്കിയേ. 50,000-ലധികം വോട്ടിന് ജയിച്ച മണ്ഡലം
ധർമ്മടം. അവിടെ 6 റൗണ്ട് വരെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, എന്താണ് അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ 6ാമത്തെ റൗണ്ട് വരെ അയാൾ പിന്നിലായിരുന്നു. പിണറായി വിജയൻ ഇപ്പോൾ നിരങ്ങി 18,457 19,000 ഒരു 20,000 വോട്ടിൽ താഴെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 50,000 വോട്ടിൽ മുകളിൽ ജയിച്ച ഒരു മണ്ഡലത്തിൽ 3ാമത് തവണയും മുഖ്യമന്ത്രിയാകാൻ മപ്പടിച്ച് നിന്ന അയാൾ ഒരു സാധാരണ ചെറുപ്പക്കാരനോട് 20,000 വോട്ടിന് കഷ്ടിച്ച് ജയിച്ചു കയറുകയാണ് സുലൈമാൻ. അങ്ങ് ഓർക്കണം, ഈ KV സുമേഷ് അഴീക്കോട് വിജയിച്ചത് വെറും 349 വോട്ടിനാണ്. പ്രൊഫസർ C രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിമാഹാത്മ്യം കൊണ്ടാണ് ഇത്തവണ ജയിച്ചത്, 774 വോട്ടേ ഉള്ളൂ. അതുപോലെ കോന്നിയിലെ ജനീഷ് കുമാർ 722. ഈ 1000-ൽ താഴെ വിജയിച്ച് വരുന്നവരൊക്കെ, അല്ലെങ്കിൽ 2000. ഇപ്പോൾ അരുവിക്കര അഡ്വക്കേറ്റ് G സ്റ്റീഫൻ 2843. ഇതാണ് അതെ. സോമൻ ആലോചിച്ചു, തൃക്കരിപ്പൂര് ആ ചെറുപ്പക്കാരൻ ജയിച്ചാട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആര്, സന്ദീപ് വാര്യർ. തൃക്കരിപ്പൂര് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ CPM തോറ്റിട്ടില്ല. അതെ, മനസ്സിലായി. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ടീം UDF പിന്നെ UDF-നെ മുന്നിൽ നിന്ന് നയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾക്കൊന്നും യാതൊരു കഴമ്പുമില്ല. കൊട്ടാരക്കര KN ബാലു പോലെ കടന്നുകൂടിയത് 1012 കഷ്ടിച്ച് മാത്രം ജയിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ്, ഇതിൽ അതിഭീകരമായിട്ടുള്ള ഈ ഭൂരിപക്ഷം UDF-ന് സമ്മാനിച്ചിട്ടുള്ളത് CPM-ന്റെ അണികൾ. വർക്കലയിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജയിച്ചിരിക്കുന്നത് 2050 വോട്ടിന്. അപ്പോൾ ഇത് ഈ പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ജനങ്ങൾ കൊടുത്തൊരു മറുപടിയല്ല. ഈ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്ര ധാർഷ്ട്യം കേരളത്തിലെ ജനങ്ങളോടും പാർട്ടി സഖാക്കളോടും ഒക്കെ കാട്ടിയത്? സുഖമനെ, ഞാൻ അയാളുടെ ഒരു പിന്നെ വ്യക്തിത്വത്തിനെ കുറിച്ച് പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു, അയാൾ ധാർഷ്ട്യത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ്. അയാളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ധാർഷ്ട്യം, പുച്ഛം, സഹജീവികളോടുള്ള ഒരു പിന്നെ സ്നേഹമില്ലായ്മ, ഇതിൻ്റെയൊക്കെ മൂർത്തിമത് ഭാവമാണ് ഇയാൾ. ഒന്ന് രാവിലെ കണ്ണാടി നോക്കുമ്പോൾ ഇത് കാണിയല്ലേ, മുഖത്തെ സ്വന്തം ഭാവം കാണാൻ പറ്റുന്നില്ല. അതിലെനിക്കൊന്ന് അതിൽ അഭിനമിക്കുന്നൊരു മനുഷ്യനായിരിക്കണം. അപ്പം എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം അറിയും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഘട്ടങ്ങളിൽ ഇയാൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടുവന്നൊരു 1000 ചില്ലാനം വരുന്ന വലിയ ഹോർഡിങ്സ് ഉണ്ടല്ലോ, ആ ഹോർഡിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവമതിപ്പ്, ഞാനൊരു വീഡിയോ ചെയ്ത് 1 ലക്ഷത്തിലധികം ആളുകളാണ് അതിന് മുമ്പിലും ചെയ്തത് കണ്ടത്. അതുണ്ടാക്കിയിട്ടുള്ളൊരു അവമതിപ്പ്, അതുണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ അന്ന് ആ വീഡിയോയുടെ അതിനു മുമ്പിൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് എന്താണ്, വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദനെ ഇയാൾ വിമർശിച്ചത് കടലിൻ്റെ മാർത്തടത്തിൽ കടലിനോട് ചേർന്ന് കിടന്നാലേ എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദനെ വിമർശിച്ച ഇയാൾ തന്നെ 1000 ചില്ലാനം ഹോർഡിങ്സ് പിന്നെ ഇറക്റ്റ് ചെയ്യുകയും അതിൽ പകുതി ഇയാളുടെ മുഖഭാവം വയ്ക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 2021-ൽ P ജയരാജന് വേണ്ടിയിട്ട് ഒരു കൃഷ്ണനും അർജുനും ഒക്കെ നിൽക്കുന്ന ഒരു ഫ്ലെക്സ് കണ്ണൂരിൽ വെച്ചതിൻ്റെ പേരിൽ അന്ന് പിണറായി വിജയൻ ഈ പാർട്ടി വ്യക്തിപൂജയ്ക്ക് അനുമതി കൊടുക്കില്ല, വ്യക്തിപൂജയ്ക്ക് ഇവിടെ ഇടമില്ല എന്നും പറഞ്ഞിടത്താണ് ഇത്തരം ഫോട്ടോകളുടെ പ്രദർശനം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ പിന്നീട് നമ്മൾ കേട്ട ഒരു കാരണഭൂതം ഡാൻസ്, തിരുവാതിര, ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും തിരിച്ചടിക്ക് കാരണമാകും എന്നും മനസ്സിലാകാനുള്ളൊരു സാമാന്യ യുക്തി, ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണോ ഇയാൾ എന്ന് ആലോചിക്കുക. വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്യുമോ? അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇയാൾ വേറെ ഏതോ ഒരു ലോകത്താണെന്ന്, ഇയാളുടെ വലിയൊരു സമനില തെറ്റിപ്പോയതാണോ എന്നൊക്കെ നമുക്ക് തോന്നിയാൽ നമുക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയും? ഇയാളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ അവസാനത്ത് തന്നെ സൗമ്യം പറഞ്ഞു, വീട്ടിൽ പോയി ചോദിക്കും. ഇതിനൊക്കെ എന്താണ് യുക്തി എന്നുള്ളത് നമുക്ക് സുധാകരനോട് പറഞ്ഞ ചെറ്റത്തരമെന്നാണ്. അതേ സുധാകരൻ അപ്പോൾ പറഞ്ഞിരുന്നു, തേങ്ങയില്ലാത്ത വെറും തൊണ്ട് മാത്രമാണ് ഇയാളെന്ന്. അപ്പോൾ തൊണ്ട് മാത്രമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി. അതേ സുധാകരൻ 30,000 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നു. അതാണ് സ്വയം കൊണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് അറിയുന്നത്. ഈ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന് ഇവരെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. 10 വർഷക്കാലം അയാൾ ഇവിടെ അർമാദിച്ച് ഭരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ഇനിയും കേരളം തന്നെ ആയിരിക്കും. അതെ, അങ്ങനെ വേറെ ഒന്നും കാണുന്നില്ല. കോൺഗ്രസിനകത്തൊക്കെ മുഴുവൻ തമ്മിലടിയും കാര്യങ്ങളാണ്. അയാളും അങ്ങനെയാണ്, ഇങ്ങനെയാണ്, കാരണഭൂതനാണ്, ഇരുട്ടച്ചൻ. ഇപ്പം എന്താണ് അയാളുടെ അവസ്ഥ? ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു പരാജയം, ഒരുപക്ഷെ എനിക്കൊന്ന് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും
ഇത്രയും ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള രോഷവും പ്രതിഷേധവും ഒരു എതിർ മുന്നണിക്ക് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവം കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാനൊക്കെ തന്നെ സൗമ്യൻ ആലോചിച്ചു, ഞാനൊക്കെ തന്നെ ഇയാളുടെ ഭരണത്തിന് കീഴിൽ 10 വർഷം എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രഹേളികയാണ്. ഞാൻ ആലോചിക്കാറ്, ഞാനൊക്കെ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്നെ കാണുന്ന അപരിചിതരൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ആദ്യ പ്രധാനപ്പെട്ട ചോദ്യം, വല്ല ഭീഷണിയുണ്ടോ, കൊല്ലുവോ, സൂക്ഷിക്കണം. ഇതാണ് നമ്മളെ കാണുന്ന അപരിചിതരായിട്ടുള്ള ആളുകൾ പോലും നമ്മളോട് പറയുന്നു. പക്ഷെ അതിൽ CPM പിണറായിയും ഒക്കെ പരാജയപ്പെട്ടത് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം പ്രതികൾ അറസ്റ്റിലാകുന്നു, അതിനെതിരെ വലിയ ജനവികാരം ഉയർന്നു വരുന്നു. KK രമ നിയമസഭയിലെത്തുന്നു. ഇപ്പോൾ വീണ്ടും രമ, ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭയിൽ പോലും രമയ്ക്കൊരു ഇടം കിട്ടും. ആ രമ ഇന്ന് മെയ് 4 ഓർമ്മപ്പെടുത്തുന്നു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ദിവസമാണ്. കുലകുത്തി എന്ന് വിളിച്ച് അതേ വാക്കും രമയെ ഓർമ്മിപ്പിക്കുന്നു. അതേ പിണറായി വിജയൻ പൂർണ്ണ നഗ്നനായി വെയിലത്ത് നിൽക്കുന്നു എന്നാണ് രമ സൂചിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാനതൊന്ന് ആലോചിക്കായിരുന്നു വെച്ചാൽ അത് വളരെ ഒരു വളരെ ക്രിപ്റ്റിക്കായിട്ട് നമുക്ക് തോന്നുന്നു, ഇന്നേ ദിവസം തന്നെ ഈ വിധി എന്നുള്ളത് മനസ്സിലെ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ശരിക്കും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചന്ദ്രശേഖരനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് മുഖത്ത് തന്നെ വെട്ട് വേണം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് തെളിവില്ല. അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ലോജിക്കുണ്ട്. എന്താണെന്നറിയോ, ദാരുണമായിട്ടാണ് കൊല്ലുന്നതെങ്കിൽ അതിനകത്തൂടെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലരെയും CPM ഇതുപോലെ കൊന്നിട്ടുണ്ടല്ലോ, പക്ഷേ ഇത്രയും ദാരുണമായിട്ട് ഒരാളെ കൊന്നിട്ടില്ല. അപ്പോൾ അതിനകത്തൊരു CPM കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. CPM കാരന് CPM വിട്ടു പോയാൽ അവന് ഇതായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത്, അന്ന് ഭൗതികമായി 51 വെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നെങ്കിൽ ഇന്ന് പിണറായി വിജയനെ പ്രതീകാത്മകമായി 51 വെട്ടി സിംബോളിക്കായിട്ട് CPM-നെ ജനങ്ങൾ കൊന്നൊരു ദിവസമാണ്. ഇനിയെങ്കിലും ആ TP പ്രതികൾക്ക് ജാമ്യം നൽകി ഇടയ്ക്കിടയ്ക്ക് പരോൾ കൊടുത്ത് ജാമ്യമല്ല, ഇടയ്ക്കിടയ്ക്ക് പരോൾ കൊടുത്ത് വിടരുത് ഈ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നു. അതല്ല ഞാൻ പറയുന്നത് ഇനി അതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM-നകത്ത് ഇപ്പോഴും ആരാണ് പ്രതിപക്ഷ നേതാവാകുന്നത് ഇത് സംബന്ധിച്ചൊന്നും ഒരു പിടിയും നമ്മുടെ മുമ്പിലില്ല. വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് UDF-നോട് വെക്കാവുന്നൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, ഇതിൽ ഈ പറഞ്ഞ പോലെ അർമാദിക്കാൻ നിൽക്കരുത്. UDF-ൻ്റെ ഒരു പൊതു സ്വഭാവം ഇനി കാണിക്കാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ നാളെ മുതൽ കൊടിയെടുക്കും ഇവർ. 10 വർഷമായിട്ട് കൊടിയെടുത്തിട്ടില്ലായിരുന്നു, ഇനി കൊടിയെടുത്തുകൊണ്ട് ഒരു സെക്രട്ടറിൻ്റെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കാര്യങ്ങൾ കൈകാര്യം ചെയ്തല്ല പോകുന്നതെങ്കിൽ ഇവർ വലിച്ചു താഴെ ഇറക്കാൻ ഇവർക്ക് മടിയില്ല. കാരണം 5 വർഷം വരെ കാത്തു നിൽക്കാനൊന്നും അവർക്ക് പറ്റില്ല. അവർക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പരാജയം, ഒരു പതനമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലിപ്പോൾ ഒരു സ്ഥലത്ത് അധികാരമില്ല, പൂർണ്ണമായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് UDF-ന് കൊടുക്കാനുള്ളൊരു ഒരു ഉപദേശം എന്ന് പറയുന്നത്, വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഈ ഭരണം കൊണ്ടുപോയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം UDF ഓർക്കണം എന്നുള്ളതാണ് അവർക്ക്. നമ്മൾ പിണറായിക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? അല്ല, പിണറായിക്ക് ഉപദേശം കൊടുക്കുന്നൊരു കാര്യമില്ല സോമനെ. കാരണം എന്താ അറിയോ, പിണറായിക്ക് നന്നാവുന്ന ഒരു സംവിധാനം അല്ല പിണറായിയുടെ. ഇനി ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആവട്ടെ. അല്ല, റിട്ടയർമെൻറ്റ് ലൈഫ് ഒന്നും അല്ല. ഇനി പിണറായി വിജയന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമെന്ന് സ്വയം വിചാരിക്കരുത്. കാരണം ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നിൽപ്പുണ്ട്. അതൊക്കെ പുതിയൊരു ഭരണം വന്നിരിക്കുകയാണ്. ആ ഭരണം കൂടെ അതൊക്കെ എടുക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. പിണറായി അഴിക്കുള്ളിലാവോ? അല്ല, പിണറായി വിജയൻ അഴിക്കുള്ളിലാവാനുള്ള സാധ്യതയൊന്നും നമ്മൾ തള്ളണ്ട. കാരണം പിണറായി വിജയനെതിരെ അത്രയേറെ കേസുകൾ കിടപ്പുണ്ട്. ഇപ്പോൾ ലാവ്ലിംഗ് കേസ് തന്നെ കിടപ്പുണ്ട്, അയാളുടെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി കേസ് കിടപ്പുണ്ട്, സ്വർണ്ണക്കടത്തിൻ്റെ കേസ് കിടപ്പുണ്ട്, ഡോളർ കടത്തിൻ്റെ കേസ് കിടപ്പുണ്ട്, പുതിയ കേസുകൾ പലതും വരാവുന്നതുണ്ട്. ഊരാളുങ്കലുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ വരാവുന്നതുണ്ട്. ഊരാളുങ്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരികർമ്മി എന്ന് പറയുന്നത് ഇയാളുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള CM രവീന്ദ്രനായിരുന്നു. അപ്പോൾ ഇയാളിലേക്ക് എത്താവുന്ന ഒരു പിടി കേസുകൾ ഇപ്പോൾ തന്നെ കിടപ്പുണ്ട്. ആ കേസുകളെല്ലാം അവധാനതയോടുകൂടി, ഗൗരവത്തോടുകൂടി, ആർജവത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടിയും UDF കൈകാര്യം ചെയ്താൽ ഇയാൾ അഴിയെണ്ണുന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇയാളുടെ മകളഴിയെണ്ണുന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ശബരിമല അയ്യപ്പൻ്റെ ഒരു പ്രഹരം പിണറായി വിജയൻ ഏൽക്കേണ്ടി വരുമോ? അല്ല സൈമൺ, ഞാൻ പറഞ്ഞത് ഇത് ശബരിമല കൊള്ള തന്നെ വീണ്ടും അന്വേഷിക്കപ്പെടാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട. ശബരിമല കൊള്ള എങ്ങും എത്തിയിട്ടില്ലല്ലോ, അതും അന്വേഷിക്കപ്പെടാൻ പോവുകയാണ്. അതൊക്കെ അന്വേഷിക്കുമ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഇയാളിലേക്ക് എത്തിപ്പെടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം മറുവശത്ത് കേരളം ഇപ്പോഴും കത്തിക്കാനുള്ള ശക്തി ആ ഡിവൈഎഫ്ഐയുടെ കയ്യിലുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അതായത് ഈ നമ്മളിതൊക്കെ പറയുമ്പോഴും 10 വർഷം കൊണ്ട് ഇത് ഒരുപാട് ദ്രവിച്ച് ചീഞ്ഞ് നാറിയിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. കാരണം 10 വർഷമായിട്ട് സമരം ഉണ്ടായിരുന്നില്ല. ഇല്ല, അതുകൊണ്ട് ദുർമേധസ് പഴയതുപോലെ ഇതിനെത്രത്തോളം സമരം ചെയ്യാൻ പറ്റും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അത് പറയുമ്പോഴും അധികാരമില്ലാതെ പുറത്ത് നിൽക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യാനും പാറമ്പിക്കാരൻ്റെ കിണറ്റി കൊണ്ടൊന്ന് മല എറിഞ്ഞു. നമ്മൾ എത്ര വികലമാണ് മനസ്സ് നമ്മൾ. അതുകൊണ്ട് എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരു സെറ്റുകാരായതുകൊണ്ടും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. UDF-കാരന് അവൻ്റെ സാധാരണ പണിയുണ്ടല്ലോ, ഈ 2, 3 ഒക്കെ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ചു തുടങ്ങുന്ന പണിയൊക്കെ ആയിട്ട് പോയാൽ പണി മേടിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.